മൈക്രോവിനിൻ്റെ പുതിയൊരു സോഫ്റ്റ്വെയർ ആണിത്. മൈക്രോവിൻ സ്മാർട്ട്. ഇതെങ്ങനെ പ്രോഗ്രാം ചെയ്യുന്നത് നോക്കാം. ബേസിക് പ്രോഗ്രാമിംഗ് ആണ്. ആദ്യം നമുക്ക് ഇതിനകത്ത് ഒരു പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്യാം. ഞാനിതിൽ പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇവിടെ നമുക്ക് ഇൻപുട്ടും ഔട്ട്പുട്ടും എല്ലാം സെലക്ട് ചെയ്യാവുന്നതാണ്. അത് നമുക്കെല്ലാം നോക്കാം. ഈ സ്റ്റാർട്ടപ്പ് എന്നുള്ളതിൽ നമ്മൾ റൺ സെലക്ട് ചെയ്ത് കൊടുക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പ്രോഗ്രാം സ്റ്റോപ്പ് ആയി പോകും. നമ്മൾ വീണ്ടും PLCയിൽ റൺ ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ റൺ ആദ്യമേ തന്നെ പ്രോഗ്രാമിൽ ചെയ്യുന്നത്. ഇതിന് ഈ സ്മാർട്ടിൽ മാത്രമേ ഉള്ളൂ ഇങ്ങനൊരു പ്രശ്നം. മറ്റേ S7200 ഈ ഒരു പ്രശ്നമില്ല. നമുക്ക് ബേസിക് പ്രോഗ്രാം ഉണ്ടാക്കി നോക്കാം. ഒരു ഓൺ ഓഫ് കൺട്രോൾ എങ്ങനെ വർക്ക് ചെയ്യുന്നു നോക്കാം. 2 ബിറ്റുകൾ സെലക്ട് ചെയ്ത് ഒരെണ്ണം ഓൺ ചെയ്യാനും ഒന്ന് ഓഫ് ചെയ്യാനും വേണ്ടിയിട്ട് ഒരു NOയും ഒരു NCയും. സോറി, ഡിലീറ്റ് ചെയ്ത്. ഒരു DOL സ്റ്റാർട്ടറിന്റെ ഡ്രോയിങ് ആണ്. അതായത് ഒരു NO NC ഉപയോഗിച്ച് എങ്ങനെ ഒരു ഫംഗ്ഷൻ ഓൺ ആക്കാം എന്നുള്ളതാണ്. റിലേ കോയിൽ അങ്ങനെ ഓൺ ആക്കാം എന്നുള്ളതാണ്. അതൊരു NOയും ഒരു NC ഉപയോഗിച്ചാണ് നമുക്ക് ഓൺ ഓഫ് ചെയ്യുന്നത്. അത് എല്ലാവരും ചെയ്യുന്ന ഒരു പ്രോഗ്രാം തന്നെ. ഇത് മൈക്രോവിൻ സ്മാർട്ടിന് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ് നോക്കുന്നത്. മൈക്രോവിൻ S7200 പുതിയ പതിപ്പാണ് മൈക്രോവിൻ സ്മാർട്ട്. അതും S7200 തന്നെ. PLCയിലെല്ലാം വ്യത്യാസമുണ്ട്. അതിന്റെ ലേറ്റസ്റ്റ് വെർഷനാണ്. കുറെ കൂടി അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ഇനി നമുക്കിത് കമ്പയർ ചെയ്തിട്ട് എറർ വല്ലതും ഉണ്ടോ നോക്കാം. ഇതിനകത്ത് ഇപ്പോൾ എററൊന്നുമില്ല. നമുക്കിത് സിമുലേറ്റർ ഉപയോഗിച്ച് എങ്ങനെ വർക്ക് ചെയ്യുന്നു നോക്കാം. ആദ്യം ഇത് നമുക്ക് ഇതിന്റെ സിംബൽസ് നമുക്ക് എക്സ്പോർട്ട് ചെയ്യണം. സിംബൽസ് എക്സ്പോർട്ട് ചെയ്തതിനു ശേഷം സിമുലേറ്റർ ഓണാക്കി സിമുലേറ്ററിനകത്ത് സിമുലേഷൻ ചെയ്ത് നോക്കാം നമുക്ക്. ഇത് സാധാരണ ഒരു ഓൺ ഓഫ് കൺട്രോൾ. അതായത് I0.0 ഓൺ ആക്കുമ്പോൾ കോയിൽ ഓൺ ആവുകയും അതിന്റെ ആക്സിലറി വഴി കോയിൽ കണ്ടിന്യൂസ് ഓൺ ആയിരിക്കുകയും ചെയ്യുന്ന ഒരു സർക്യൂട്ടാണ്. എക്സ്പോർട്ട് ചെയ്യാൻ പോവാണ്. നമുക്ക് ചെറിയൊരു നെയിം കൊടുത്ത് ഡെസ്ക്ടോപ്പിൽ തന്നെ സേവ് ചെയ്യും. അപ്പൊ ഈസി ആയിട്ട് സെലക്ട് ചെയ്യാൻ എളുപ്പമായിരിക്കും. സിമുലേറ്റർ ഓൺ ആക്കിയതിനു ശേഷം S7200 സിമുലേറ്റർ നമുക്ക് സീമെൻസിന്റെ വെബ്സൈറ്റിൽ നിന്ന് തന്നെ കിട്ടും. ഇത് ആക്ച്വലി ഇത് S7200 നോർമലിന് വേണ്ടിയിട്ടുള്ള സിമുലേറ്റർ ആണ്. ബട്ട് ഇത് സ്മാർട്ടിനും വർക്ക് ചെയ്യുന്നതാണ്. ഞാൻ PLC ഒന്നും ഇപ്പം മാറ്റുന്നില്ല. CPU ടൈപ്പ് ഒന്നും മാറ്റുന്നില്ല. ഈ CPUവിനകത്ത് തന്നെ ഇത് വർക്കാവും. കോമൺ ആയിട്ട് വർക്കാവുന്ന ഒരു പ്രോഗ്രാമാണ്. നമുക്ക് റൺ ചെയ്ത് നോക്കാം. PLC ഇനേബിൾ ആക്കി മോണിറ്ററേഷൻ കൊടുത്ത് ഇനി ഇൻപുട്ട് നമുക്ക് ഓൺ ആക്കി നോക്കാം. ഇൻപുട്ട് ഓൺ ആയപ്പോൾ തന്നെ ഔട്ട്പുട്ടും വന്ന് I0.1 ഉപയോഗിച്ച് നമുക്ക് കോയിൽ ഓഫ് ആക്കാം. ഓക്കെ. ഇനി നമുക്കൊരു ടൈമർ ഉപയോഗിച്ച് ഒരു ടൈമറും കൂടെ ആഡ് ചെയ്ത് നോക്കാം. നമുക്ക് ഈ വേവ് ഫംഗ്ഷനിൽ തന്നെ നമുക്കൊരു ടൈമർ കൂടി ആഡ് ചെയ്ത് നോക്കാം. ഇതെല്ലാം ഒരു ബേസിക് ഫംഗ്ഷനാണ്. തുടക്കക്കാർക്ക് വേണ്ടി മാത്രമുള്ള ഒരു പ്രോഗ്രാമിംഗ് ആണ്. നമുക്ക് Q0.0 ഓൺ ആവുന്ന ടൈമിൽ ഒരു ടൈമർ ഓണായി Q0.1 എന്ന ഔട്ട്പുട്ട് വരുന്ന രീതിയിൽ പ്രോഗ്രാം ചെയ്യാം.
Keep on 0.0. ഒരാൾക്ക് ഒരു പ്രോഗ്രാം തന്നെ പല രീതിയിൽ ചെയ്യാൻ കഴിയും. ഇപ്പം ഞാൻ ചെയ്യുന്ന രീതിയിലായിരിക്കില്ല അടുത്ത ആൾക്ക് അത് ചെയ്യാൻ പറ്റുന്നത്. എപ്പോഴും PLCയെ സംബന്ധിച്ച് എപ്പോഴും വളരെ എളുപ്പമായിട്ടുള്ള രീതിയിൽ അതിന്റെ ഔട്ട്പുട്ട് കിട്ടേണ്ട രീതിയിൽ വേണം നമ്മൾ പ്രോഗ്രാം ചെയ്യേണ്ടത്. എങ്കിൽ മാത്രമേ ഒരു ഫാൾട്ട് പ്രോഗ്രാമിൽ എറർ വന്നു കഴിഞ്ഞാൽ നമുക്കത് ഡയഗ്നോസ് ചെയ്യാനായിട്ട് എളുപ്പം കഴിയുകയുള്ളൂ. ഞാനിവിടെ T37 എന്ന ടൈമറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. T37 ഓൺ ആവുന്ന ടൈമിൽ Q0.0 ഔട്ട്പുട്ട് വരുന്ന രീതിയിലാണ്. കമ്പയർ ചെയ്ത് നോക്കാം, എററുകളൊന്നുമില്ല. ഇനി നമുക്കത് വീണ്ടും എക്സ്പോർട്ട് ചെയ്തതിനു ശേഷം സിമുലേറ്റർ ഓൺ ആയിട്ട് നോക്കാം. ലോഡ് ചെയ്ത് PLC റൺ ചെയ്ത് നോക്കാം. നമുക്ക് നോക്കാം. I0.0 ഓണായി, Q0.0 ഓണായി. അല്പസമയത്തിന് ശേഷം Q0 ഓണായി. ഇനി I01 ഓഫ് ചെയ്യുമ്പോൾ Q0.0യും ഓഫായി, Q0.1 ഓഫായി. വീണ്ടും I0.0 ഓണാക്കിയപ്പോൾ Q0.0 ഓണായി, ഇതും ഓണായി. നമുക്ക് ചെറിയൊരു മാറ്റം വരുത്താം. നമ്മളിവിടെ Q0.1 ഓൺ ആയപ്പോൾ, അതായത് 50 സെക്കൻഡാണ് വെച്ചത്, അപ്പോഴും ടൈമർ ഓൺ പൊസിഷനിൽ തന്നെ ഇരിക്കുമായിരുന്നു. നമുക്ക് ടൈമറും റീസെറ്റ് ചെയ്യണം. നമ്മൾ സെറ്റ് ബിറ്റിൽ 1 എന്ന താഴെ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ സെറ്റ് ബിറ്റ് 0.0 ആണെങ്കിൽ നമ്മൾ താഴെ 1 കൊടുത്താൽ 0.0 എന്ന ഔട്ട്പുട്ട് മാത്രം വരും. ഇനിയിപ്പോ നമ്മൾ 2 കൊടുത്താൽ Q0.0 ഔട്ട്പുട്ടും ഓൺ ആകും, Q0.1 ഔട്ട്പുട്ടും ഓൺ ആകും. ഇനി നമ്മൾ 5 കൊടുത്തു കഴിഞ്ഞാൽ Q0.0യും അവിടെ മുതൽ Q0.5 വരെ ഓൺ ആയിരിക്കും. അതേപോലെ റീസെറ്റ് ചെയ്യുമ്പോഴും അതെ. ഇപ്പൊ റീസെറ്റിനകത്ത് നമ്മൾ Q0.0 റീസെറ്റ് 1 കൊടുത്തു കഴിഞ്ഞാൽ 1 മാത്രം ഓഫ് ആവും. ഇപ്പൊ 5 കൊടുത്തു കഴിഞ്ഞാൽ 0.0 മുതൽ 5 വരെയുള്ള ഔട്ട്പുട്ടുകൾ റീസെറ്റ് ആകും റീസെറ്റിനകത്ത്. ഇതിപ്പോ ഞാനൊരു സാമ്പിൾ പ്രോഗ്രാമാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രോഗ്രാമുകൾ ചെയ്ത് നോക്കാം.
ഈ മൈക്രോവിൻ സ്മാർട്ട് എന്ന പ്രോഗ്രാം നമുക്ക് വെബ്സൈറ്റിൽ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിപ്പോൾ നമുക്ക് സെറ്റ് ബിറ്റ് റീസെറ്റ് ചെയ്യണം. ഞാനിവിടെ സെറ്റ് ബിറ്റ് ഉപയോഗിച്ച് സെറ്റ് ബിറ്റ് റീസെറ്റ് ചെയ്ത് ടൈമറും റീസെറ്റ് ചെയ്യാം. 0.1 നമുക്ക് റീസെറ്റ് ചെയ്യണം. അതായത് I0.1 ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ I0.1 ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ Q0.1 റീസെറ്റ് ആവുന്ന രീതിയിൽ മോഡിഫൈ ചെയ്യാം പ്രോഗ്രാം. ഒരു NO കോണ്ടാക്ട് കൊടുക്കാം. I0.1 സെലക്ട് ചെയ്യാം നമുക്ക്. Then Q0.1 റീസെറ്റ് കൊടുക്കാം. ഓൾറെഡി Q0.0 ഡയറക്റ്റ് റീസെറ്റ് ആവും. അതായത് ഞാൻ പ്രോഗ്രാം ചെയ്തതിൻ്റെ ഒരു മിസ്റ്റേക്കാണ്. അതിപ്പോൾ ഇത്രയും വലിയ പ്രോഗ്രാം ആകേണ്ടി വന്നത്. സ്റ്റാർട്ടിങ് മുതൽ ചെയ്തിരുന്നെങ്കിൽ കൊച്ചു പ്രോഗ്രാമിൽ ഒതുക്കാമായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഈ പ്രോഗ്രാം നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് വലിയ പ്രോഗ്രാം ആക്കിയിരിക്കുന്നത്. നമുക്ക് കമ്പയർ ചെയ്ത് സേവ് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഇത് റൺ ചെയ്യാം. I0.0 ഓൺ ആക്കാം. Q0.0 ഓണായി. അല്പസമയത്തിന് ശേഷം Q0.1 ഓണായി. ഇനി I0.1 ഓൺ ആക്കാം. Q0.0 ഓഫായി. I0.0യും Q0.1 ഓഫായി. പക്ഷേ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈമർ 50 സെക്കൻഡ് കഴിഞ്ഞ് റൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അതുകൂടി റീസെറ്റ് ചെയ്യാം. അതായത് ടൈമർ ഓൺ ആയി കഴിഞ്ഞാൽ ഉടനെ തന്നെ Q0.1 ഓൺ ആയി കഴിഞ്ഞാൽ ഉടനെ തന്നെ ടൈമർ റീസെറ്റ് ആവുന്ന രീതിയിൽ പ്രോഗ്രാം മോഡിഫൈ ചെയ്യാം. അതെങ്ങനെ നോക്കാം. നമുക്കൊരു ചെറിയ പ്രോഗ്രാം ഞാൻ ഇത്രയും വലുതാക്കിയിരിക്കുകയാണ് ഇപ്പം. Q0.1 നമുക്ക് സെലക്ട് ചെയ്യാം. Q0.1 സെലക്ട് ആയി കഴിഞ്ഞാൽ ടൈമർ 37 റീസെറ്റ് ആവണം. ഇപ്പൊ നമ്മൾ T37 1 പകരം 5 കൊടുത്തു കഴിഞ്ഞാൽ ടൈമർ 37, 38, 39, 40 അങ്ങനെയുള്ള എല്ലാ ടൈമറുകളും ഒരേ ടൈമർ റീസെറ്റ് ആവും. എനേബിൾ മോണിറ്റർ കൊടുത്ത് I0.0 ഓൺ ആക്കാം. Q0.0 ഓണായി. അല്പസമയത്തിന് ശേഷം Q0.1 ഓണായി. ഇനി I0.1 ഓൺ ആക്കിയ Q0.0 ഓഫ് ആവുകയും ടൈമർ റീസെറ്റ് ആവുകയും Q0.1 ഓഫ് ആവുകയും ചെയ്തു. Thanks.